ജയന്തി, നിനക്കിങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? അങ്ങനെ ചോദിച്ചാ ഈ ജയന്തി ഒന്നും മറക്കാറില്ലെന്നാ ഉത്തരം. അല്ല, എന്തുപറ്റി ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നാൻ? ഒരു വെളിപാട്. ദേവമംഗലത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മിണ്ടാനും പറയാനൊന്നും ആരുമില്ലാതെ വീട്ടുജോലികൾ മുഴുവൻ ചെയ്ത് കിടപ്പിലായ അമ്മയും ഒക്കെ പരിപാലിച്ച് ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തുകൂടി തേരാപ്പാര നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, നീ എങ്ങനെ അറിഞ്ഞു? പറഞ്ഞല്ലോ, ഒരു വെളിപാടുണ്ടായിരുന്നു. വെളിപാട്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, സത്യം പറയടി. പ്രസാദ് മാമൻ എന്നെ വിളിച്ചിരുന്നു. അച്ഛനോ? എന്തിന്? സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചതാന്ന് ആദ്യം പറഞ്ഞത്. മാമന്റെ നമ്പറിൽ നല്ല വിളിച്ചത്, വേറൊരു നമ്പറിൽ നിന്നാണെന്നാ തോന്നുന്നത്. മാമന്റെ നമ്പർ മാറിയോ? ആ, എനിക്കറിയില്ല. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ? അത് പറ. സുഖവിവരം അന്വേഷിക്കാനൊന്നും അല്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. അങ്ങനെ അന്വേഷിക്കുന്ന സ്വഭാവമൊന്നും പ്രസാദ് മാമൻ ഇല്ലല്ലോ. പതിയെ മാമൻ വിഷയത്തിലേക്ക് വന്നു. ദേവമംഗലത്ത് പോയി കുറച്ചു ദിവസം നിൽക്കൂന്ന് ചോദിച്ചു. കെട്ടിയവനുമായി ഞാൻ അത്ര രസത്തിലല്ലെന്ന് നിനക്കറിയാലോ. തല്ലും ചവിട്ടും കൊണ്ട് മടുത്തടാ. തൽക്കാലം അയാളുടെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് ഞാനതങ്ങ് സമ്മതിച്ചു. അത് മാത്രമല്ല, ഞാൻ എസ് മൂളാനേ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ നീയുണ്ടല്ലോ, നീ മാത്രമേ ഉള്ളു താനും. ഞാൻ മാത്രമല്ല, അമ്മയും ഉണ്ട്. ഉണ്ടായിട്ടെന്താ, മൊത്തം ഫ്യൂസ് പോയി കിടക്കല്ലേ. ഞാൻ ചോദിച്ചിട്ടേ പ്രസാദ് മാമൻ ഒന്നും വിട്ടു പറയുന്നില്ല. നിന്റെ ഭാര്യ, എന്താ അവളുടെ പേര്? ആ, തുളസി. എവിടെ പോയതാന്ന് ഞാൻ ചോദിച്ചപ്പോഴേ മാമനൊരു ഉരുണ്ടുകളി. എന്തുപറ്റിയടാ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ? വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്റെ കള്ളുകുടിയനെ ചവിട്ടി പുറത്താക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ പോർക്കാം. നിന്റെ വായിലെ നാവിന് ഒരു മാറ്റമില്ലല്ലേ? വായിലെ നാവ് മാത്രമല്ല, എന്റെ മനസ്സും പഴയതുപോലെ തന്നെയാ. പറ്റുമെങ്കിൽ നീ ഒന്ന് കയറി പരിശോധിച്ചു നോക്ക്. നീ അവിടെ ഇളിച്ചോണ്ടിരിപ്പുണ്ടാവും. നിന്നെ എനിക്ക് മറക്കാനേ പറ്റില്ലടാ. ഒന്നും മിണ്ടായിരുന്നേ. നീ വിചാരിക്കുന്ന പോലെ ഞാനും തുളസിയും തല്ലി പിരിഞ്ഞിട്ടൊന്നുമില്ല. അവളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ദൂരം കൂടുതലായതുകൊണ്ട് അവള് ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. അവള് വീക്കെൻഡിൽ വരും. വീക്കെൻഡിലല്ലേ വരൂ? ബാക്കിയുള്ള ദിവസങ്ങൾ എനിക്ക് കിട്ടുമല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛൻ വിളിച്ചു വരുത്തിയാന്ന് ഞാൻ നോക്കില്ല. മനസ്സിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. പിന്നെ ചവിട്ടി പുറത്താക്കാൻ ഇങ്ങ വാ. എവിടെ ദുർഗമാമി? നീ വാ. അമ്മേ, പാല് തരട്ടെ? കുടിക്കമ്മേ. ഇങ്ങതാ, ഞാൻ കൊടുക്കാം. അല്ല, ദുർഗമാമിക്ക് എന്നെ മനസ്സിലായോ? ജയന്തി, മാളികത്താഴെ രേണുകയുടെ മോള്. ഓർമ്മയില്ലേ? ഓർമ്മയൊക്കെ ഉണ്ടാവും. ജയന്തി പറയുന്നത് കേൾക്കുന്നുണ്ടാവും. പക്ഷേ മറുപടി പറയാൻ കഴിയില്ല. പണ്ട് ഞാൻ ഇവിടെ വരുമ്പോഴേ ദുർഗമാമി അവിടെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നുണ്ടാവും. വട്ടപ്പൊട്ടും പനങ്കുല പോലുള്ള മുടിയും തറച്ചു കയറുന്ന നോട്ടവും. എന്തായിരുന്നു ആ പ്രൗഢി! ആദ്യമൊക്കെ എനിക്ക് അടുത്തു വരാൻ തന്നെ പേടിയായിരുന്നു. ആ ദുർഗമാമിയ ഈ കിടക്കുന്നെന്ന് ഇപ്പൊ കണ്ട പറയില്ല. പഴയ നിറവുമില്ല, പഴയ നോട്ടവും ഇല്ല, കോലം കെട്ടുപോയി. അസുഖം വന്ന എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. അത് ശരിയാ. ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. ഞാനിപ്പോരാ. എന്തായിരുന്നു നിങ്ങളുടെ അഹങ്കാരം? എന്തെങ്കിലും ചോദിച്ചാ ഈ വായിന്നൊരു മറുപടി കിട്ടണമെങ്കിൽ ഒരാഴ്ച കഴിയണം. വാ തുറന്നാ മുത്തു പൊഴിയോന്നായിരുന്നു നിങ്ങളുടെ വിചാരം. എന്നെ അമ്മയൊക്കെ പുച്ഛമായിരുന്നു നിങ്ങൾക്ക്.
ആദിയുടെ അടുത്തെങ്ങാനും ഞാൻ ചെന്ന് നിന്നാ അപ്പ ആട്ടിപ്പായിക്കും. ഞാൻ നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കൊന്നും ഇല്ലല്ലോ അല്ലേ? എങ്ങാനും ഞാൻ ആദ്യം വശീകരിച്ചെടുത്താലോ അല്ലേ? അത് പേടിച്ചല്ലേ നിങ്ങളായിട്ട് മുൻകൈയെടുത്ത് എന്റെ കല്യാണം നടത്തിയത്? നിങ്ങൾ പറഞ്ഞിട്ട് ആ ബ്രോക്കർ നാണപ്പൻ എനിക്ക് കൊണ്ടുവന്ന പയ്യന്റെ യോഗ്യത നിങ്ങൾക്കറിയോ? ബോധമുള്ള നേരമില്ല. 24 മണിക്കൂറും കൂടി ഒരു പണിക്കും പോവില്ല. അടിയും തൊഴിയും വേറെ. അതറിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ നോക്കാൻ പറ്റുമെന്ന് പ്രസാദ് മാമൻ എന്നോട് ചോദിച്ചത്. എനിക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഉണ്ടാവും. അതെന്റെ ആവശ്യം. നിങ്ങളോട് എനിക്ക് ഒരു ദയയും തോന്നുന്നില്ല. പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ നോക്കാന്? എന്തെങ്കിലും കാട്ടിക്കൂട്ടും. പ്രസാദ് മാമനെ ആദ്യമൊക്കെ ബോധിപ്പിക്കണമല്ലോ. മാമി കുടിക്ക് മാമി. ചുണ്ടൊക്കെ വരണ്ടിരിക്കുവല്ലേ, കുടിക്ക്. ജയന്തി, അമ്മയൊന്ന് എഴുന്നേപ്പിച്ചിരുത്തിയാലോ? നീ ഒന്ന് സഹായിക്കോ? ഇരിക്കാൻ കഴിയോ? നോക്കാം. നീ ഒന്ന് പിടിക്ക. പിടിക്ക് പിടിക്ക്. മിക്സിയിലടിച്ച കഞ്ഞിയാ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്നത്. കഞ്ഞി വെച്ചോ? ഇല്ല. ഇനി അതൊക്കെ ഞാൻ ചെയ്തോളാം. പണ്ട് അമ്മയോട് പറ്റിച്ചേർന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കും. അമ്മയുടെ ഒരു മണമുണ്ട്. അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഒക്കെ ഭേദാവും. ജയന്തി പറഞ്ഞതുപോലെ അമ്മ പഴയ അമ്മയാവും. തറച്ചു കയറുന്ന നോട്ടവും പ്രൗഢിയുമുള്ള ആ പഴയ അമ്മ, ദേവമംഗലത്തെ കനകദുർഗ. ഹലോ, ഒരു ഏജന്റ് കോൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഒന്ന് ചാർജ് ചെയ്ത്. അതിനെന്താ, അവിടെ കുത്താം. +1 വിദ്യാർത്ഥിനി 55കാരൻ്റെ കൂടെ ഒളിച്ചോടി. കൂത്താട്ടുകുളം പെയിന്റ് പണിക്ക് വന്ന വിവാഹിതനും 4 മക്കളുടെ പിതാവുമായ മധ്യവയസ്കനോടൊപ്പം +1 വിദ്യാർത്ഥിനി ഒളിച്ചോടി. നിരവധി തല്ലുകേസുകളിൽ പ്രതിയാണ് ഈ 55കാരൻ. ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം എന്താ ഇങ്ങനെ? ആരെങ്കിലും കണ്ണു കാണിച്ചാൽ അപ്പ കൂടെ ഇറങ്ങിപ്പോവും. അയാൾക്ക് വേറെ ഭാര്യയും കുടുംബമുണ്ടോ? അയാളുടെ സ്വഭാവം നല്ലതാണോ? ഒന്നും നോട്ടമില്ല. ACPക്ക് വേണ്ടി വലവിരിച്ചു പോലീസ്. തിരുവനന്തപുരം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ACP കൃഷ്ണപ്രസാദ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. ആൾക്കാരുടെ ജീവൻ രക്ഷിക്കേണ്ടവരാ പോലീസുകാർ. അവരാ ഇപ്പൊ കൊല്ലാൻ നടക്കുന്നത്. ഈ നാട് എങ്ങോട്ടാ പോകുന്നത്? സ്വന്തം സഹോദരി ഭർത്താവിനെ വരെ കൊലപ്പെടുത്തിയ പ്രതി ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പോലീസുകാരിൽ സത്യസന്ധനാണ്. നല്ല കഥയായി. മഷിയിട്ട് നോക്കിയാൽ പോലും അങ്ങനെ ഒരുത്തനെ ഇവിടെ കാണാൻ പറ്റില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ അയാൾ കൊന്നുകളഞ്ഞു. അയാളെ ഇന്ന് ബാക്കി വെക്കാൻ പാടില്ല. പിന്നെ കാണുന്നിടത്ത് വെച്ച് തല്ലി കൊല്ലണം.
എന്താ സാറിന്റെ അഭിപ്രായം? പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. എവിടെ തിരഞ്ഞാലും ഇവനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാശ് മുതലൊക്കെ ഉള്ള ആളായിരിക്കും സാറേ. കടൽ കിടന്നിട്ടുണ്ടാവും. അയാളുടെ പടമൊക്കെ ഉണ്ട്. പടം കണ്ട പരമയോഗ്യൻ. കണ്ട ആരെങ്കിലും പറയോ ആള് പൈസ കാണുന്നു? സാറൊന്ന് നോക്കിയേ. ഇത് അയാള് തന്നെ. അതെ, ഇവിടെ ഇന്നത്തെ പത്രമുണ്ടോ? ഒന്ന് വേണമായിരുന്നു. അല്ല സാർ ഏതാ? നല്ല മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ. അല്ല, അത് വെറുതെ തോന്നായിരിക്കും. ഞാൻ കുറച്ച് ദൂരെ നിന്നാ. ഇവിടെ ആദ്യമായിട്ടാ. ദൂരെ എന്ന് പറഞ്ഞാൽ? ദൂരെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയണമെന്നില്ല. ദൂരെ ഒരു ഗ്രാമപ്രദേശത്ത്. സാറ് പോലീസല്ലേ? ഹേയ്, എനിക്ക് ജോലിയൊന്നുമില്ല. ഞാനിവിടെ ജോലി അന്വേഷിച്ച് വന്നതാ. സാറിൻ്റെ പടമല്ലേ പത്രത്തിൽ കണ്ടത്? അളിയനെ സ്വന്തം മോളെയൊക്കെ കൊന്ന അത് സാറല്ലേ? നിങ്ങൾക്ക് ആള് മാറിയതാ. അവരെ കണ്ണു വെട്ടിച്ച് ഇതിനകത്ത് കയറാൻ പെടാപ്പാട് വരണം. അയ്യോ, കോളായിരുന്നു. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് എന്നെ അറിയിച്ചാൽ മതി. RC ഓണറിന്റെ ഡീറ്റെയിൽസ് എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. നോക്ക്. ഓണറിലേക്ക് കൃത്യമായി എത്തിയാലേ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാവും. നീ പറയുന്നത് മുഴുവൻ കള്ള. ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട് ഒരു വാഹനം ഓടിച്ച ഒരാൾ മരിച്ച പിന്നീട് ആ വാഹനം ഓടിച്ചാൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് നിനക്ക് അറിയണം. അത് മാത്രമല്ല, ജയശീലിനെ അല്ലാതെ നിന്റെ വാഹനം മറ്റാരും ഇടിച്ചിട്ടുമില്ല. സാർ, എനിക്കറിയില്ല. അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടും ആ വാഹനത്തിൽ തന്നെ നീ പോവുകയും ചെയ്തു, അല്ലടാ? ഇല്ല സാർ, ഇല്ല സാർ. അതൊരു വാഹന അപകടം മാത്രമല്ലടാ, കൊലപാതകം. ഡ്യൂട്ടിയിലുള്ളൊരു പോലീസുകാരനെ നീ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാ, അല്ലടാ? ഇല്ല സാർ, ഇല്ലേ? ഞാൻ പറഞ്ഞ സത്യം സാറേ. പോലീസുകാരന്റെ ദേഹത്ത് വണ്ടി ഇടിച്ചെന്ന് അറിഞ്ഞപ്പോ തന്നെ എന്റെ നല്ല ജീവൻ പോയി. പോലീസുകാരുടെ കൈ കിട്ടിയ പിന്നെ എന്നെ ബാക്കി വെച്ചേക്കോ സാറേ. ബ്രേക്ക് നഷ്ടപ്പെട്ട വണ്ടിയാണെന്ന് അറിഞ്ഞിട്ടും അത് ഓടിച്ച് ഞാൻ പോയത് ജീവഭയം ഉള്ളണ്ടോ സാറേ? നീ നിന്റെ ജീവനും കൂടെ ഓടിപ്പോയി, സമ്മതിച്ചു. പോലീസ് അന്വേഷിച്ച നീ പിടിക്കപ്പെടുമെന്ന് നിനക്കറിയാലോ. മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ലാത്തോണ്ട് ഒരു വക്കീലിനെയും കൂട്ടി വന്ന് പോലീസിൽ കീഴടങ്ങുന്നത് നല്ലതാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്കില്ലടാ.
എന്നിട്ട് എന്തുകൊണ്ടാ ചെയ്തില്ല? എനിക്കത് അറിയില്ലായിരുന്നു സാറേ. വണ്ടി ഇടിച്ച കുറ്റത്തിന് പോലീസ് എന്നെ പിടിച്ച് ജയിലിലിടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എടോ, എനിക്കധികം പഠിപ്പൊന്നുമില്ല സാറേ, വെറും 4ാം ക്ലാസ്സാ. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ സാറേ. എടോ, നീ എത്ര വരെ പഠിച്ചു എന്നാ പറഞ്ഞേ? 4ാം ക്ലാസ് തോറ്റു, പിന്നെ പോയില്ല സാറേ. Don't mind me. You all get ahead with the party. I will join you later. നീ നിന്റെ ഫ്രണ്ടിന് അയച്ച മെസ്സേജ് എന്നെ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ പാർട്ടി തുടങ്ങിക്കോ, ഞാൻ ഇടയിൽ വന്ന് ജോയിൻ ചെയ്തോളാം. 4ാം ക്ലാസ്സുകാരൻ്റെ ഇംഗ്ലീഷ് അല്ലടാ. ഇത് ഞാൻ അയച്ചതല്ല സാറേ, എൻ്റെ ഫോണിൽ നിന്റെ ഭാര്യ അയച്ചതാ. നീ പറയുന്നതൊക്കെ നിനക്ക് തന്നെ വിനയായിട്ട് മാറും. നിന്റെ ഭാര്യയെ പിടിച്ചോണ്ട് വന്ന് നിന്റെ മുന്നിലിട്ട് 4 പെരുമാറിയ അവള് പറയടാ സത്യം. ചെയ്യണം ഞാൻ ചെയ്യണം. വേണ്ട വേണ്ട സാറേ, ഞാൻ അയച്ച മെസ്സേജ് തന്നെ സാറേ അത്. എന്ന് വെച്ചാ നിനക്ക് ആവശ്യത്തിനുള്ള പഠിപ്പൊക്കെ ഉണ്ടെന്ന് അല്ലടാ. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയ തെറ്റാണെന്ന് നീ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ? എനിക്ക് 3 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുള്ളൂ. ജയശീലിനെ നീ മനഃപൂർവ്വം വാഹനം ഓടിച്ച് കൊലപ്പെടുത്തിയതല്ലേ? ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താൻ മാത്രം ജയശീലൻ നിന്നോട് ചെയ്ത തെറ്റെന്തായിരുന്നു? നീ ആ കൃത്യം ചെയ്തത് നിനക്ക് വേണ്ടിയോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി എടുത്ത കൊട്ടേഷനോ? പറയടാ. കൊട്ടേഷനാണെങ്കിൽ ആരുടെ കൊട്ടേഷൻ? പറയണം. പറയാൻ സാർ, സാറിന്റെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് സാർ ഇവിടുത്തെ ടവറിന്റെ പരിധിയിലുണ്ടെന്ന് SP സാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് നിമിഷം പോലീസ് ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. സാറേ, സാർ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് മാറണം. അത് പറയാനാ ഞാൻ വന്നേ. സാർ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. ഒരു കൊടും കുറ്റവാളിയെ പോലെ പോലീസിനെ കണ്ണിപ്പെടാതെ ഓടി നടക്കാനേ എനിക്ക് വയ്യടോ. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നത് SP മുമ്പിലേക്കാ. ഇവനും കൊണ്ട്. ഇതാരാണ് സാർ? ഇവനാ ജയശീലിനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തിയത്. അതാരുടെ കൊട്ടേഷൻ ആയിരുന്നു എന്ന് ചോദിച്ചിട്ട് ഇവൻ പറയുന്നില്ല. ഇങ്ങി വിട്ടു തന്നേക്ക് സാറേ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. കൈവയ്ക്കാൻ വേണ്ടി ഇവനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. എന്റെ ജയശീലിനെ ഇല്ലാതാക്കിയവനെ കൈക്കെട്ടാൻ കാത്തു നിൽക്കായിരുന്നു ഞാൻ. എന്റെ കൂടെ പുറപ്പായിരുന്നവൻ അവൻ അനുഭവിച്ച വേദനയുടെ 10 ഇരട്ടി നിന്നെ കൊണ്ട് അനുഭവിച്ചിട്ട് ഞാൻ നിന്നെ നിയമത്തിന് വിട്ടുകൊടുക്കണം. താനേ എനിക്ക് വേണ്ടി ഒരു സഹായം കൂടി ചെയ്യണം. ഞാൻ എന്ത് വേണം സാർ? പറഞ്ഞോ. ജയശീലിനെ കൊലപ്പെടുത്തിയത് ഇവനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ SP-ക്ക് തെറ്റുപറ്റിയതാണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും. അതിന്റെ കൂടെ തുളസിമോളും ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ SP തയ്യാറാക്കിയ കുറ്റപത്രത്തിന്റെ വിശ്വാസവും നഷ്ടപ്പെടും. എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. തുളസി എന്നെ വിളിച്ച ആ മൊബൈൽ നമ്പർ ഞാൻ തനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വിളിച്ച് താൻ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും സാർ. സാർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടാൻ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യും. താൻ ചെല്ലേ. സാറ് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ എത്തിക്കോളാം. സാറിന്റെ ഓഫീസിൽ തന്നെ വന്നോളാം. സാർ എത്തിയായിരുന്നോ? ആ, ഇപ്പൊ തന്നെ വരാം സാർ. MLA സാർ ഓഫീസിലെത്തി. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നീ വീട്ടുകാരെ ധിക്കരിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ചതാ. അതുകൊണ്ട് വീട്ടുകാരുമായിട്ട് ഒരു കണക്ഷനുമില്ല. നീ സ്നേഹിച്ച ആള് 5-6 മാസം കൂടെ പൊറപ്പിച്ചിട്ട് നിന്നെ കളഞ്ഞിട്ട് പോയി. ജീവിക്കാൻ ഇപ്പൊ ഒരു വഴിയുമില്ല. അങ്ങനെയൊക്കെ എങ്ങനെ അടി പറയാ? എന്റെ ആദ്യം എന്നെ കളഞ്ഞിട്ടൊന്നുമില്ല.
അതിൽ നിന്ന് മുങ്ങി നടക്കുന്നത് ഞാനല്ലേ? ഇലക്ഷൻ സമയത്ത് സാറിന് വേണ്ടി കുറെ മുദ്രാവാക്യം വിളിച്ചതാ. അതിനുള്ള പ്രത്യുപകാരമായിട്ടാ ഞാൻ ഈ സഹായം ചോദിച്ചപ്പോൾ നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സാറിന് നിന്നോട് സഹതാപം തോന്നിയാലേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. മൾട്ടിനാഷണൽ കമ്പനിയാ, അവിടെ ജോലി കിട്ടിയാൽ നീ രക്ഷപ്പെട്ടു. ആ ജോലി വേണ്ടേ നിനക്ക്? വേണം, പക്ഷേ കൂടുതൽ സെന്റിമെന്റ്സ് കാണിച്ചാൽ ജീവിക്കാൻ കഴിയില്ല തുളസി. വീടും കൂടെ ഉപേക്ഷിച്ച് വന്നതല്ലേ നീ? ഇനി നീ നിന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭർത്താവിനെ മോശക്കാരനാക്കിയെന്ന് വെച്ച് ആദിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് MLA സാറിനെ പോയി കാണാം. കൃഷ്ണപ്രസാദ് സാർ എന്നെ പറഞ്ഞയച്ചത് മാഡത്തെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. മാഡം എൻ്റെ കൂടെ വരണം.